അർജുൻ, എന്തായാലും കൃത്യമായ തെളിവ് ഉൾപ്പെടെ പരാതിക്കാരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. തീർച്ചയായും അതെ. ഇതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷേ ഫോൺ രേഖകളടക്കം കൈമാറിയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ നേരിട്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കാണ് ആദ്യഘട്ടത്തിൽ ഈ യുവതി പരാതി നൽകിയത്. ഈ പരാതിയിന്മേൽ ഒരു പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇതിൽ നടപടി എടുക്കേണ്ടതാണ്, FIR ഇടേണ്ടതാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തൊക്കെ തെളിവുകളാണ് ഈ യുവതി പോലീസിന് കൈമാറിയത് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഒരു വിശദമായ അന്വേഷണം ഇനി നടത്തേണ്ടതുണ്ട്. ഇത്തരം പരാതികളിൽ കേസെടുക്കുകയും അതിനുശേഷം വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരാതികളിൽ ഉടൻ തന്നെ FIR ഇടുകയും അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എറണാകുളം ജില്ലയിൽ തന്നെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഈ കേസുകളിലൊക്കെ തന്നെ അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനൊപ്പം ഈ പരാതിയും ഈ കേസും കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം അടുത്ത ദിവസം ഏറ്റെടുക്കാനാണ് സാധ്യത. ഈ സംഭവം നടന്നത് ദുബായിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില വെല്ലുവിളികളുണ്ട്. ഇതിൽ തെളിവുകൾ കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഈ ക്രൈം നടന്ന സ്ഥലത്ത് പോയി പരിശോധന നടത്തുക തുടങ്ങിയ വെല്ലുവിളികളൊക്കെ തന്നെ പോലീസിന് മുമ്പിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നടത്തേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ യുവതിയുടെ വിശദമായ തുടരുക. ഇപ്പോൾ സായ് കുമാർ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സായി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തുടർച്ചയായി എത്ര പേർക്കെതിരെയാണ് ഓരോ നടന്മാരും കുരുക്കിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒടുവിൽ നിവിൻ പോളിക്കെതിരെയും പീഡന പരാതിയാണ് നൽകിയിരിക്കുന്നത്. ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതിക്കാരുടെ മൊഴിയിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത്. അങ്ങനെ സിനിമാ മേഖലയിലുള്ള യുവനടന്മാർക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ വെട്ടിലാകുന്ന ഒരു സാഹചര്യമാണ്. പുതിയ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആര്യ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ വെളിപ്പെടുത്തലുകൾ ഒരു കൊടുങ്കാറ്റ് പോലെ മലയാള സിനിമയിൽ ആഞ്ഞടിക്കുകയാണ്. അത് അണഞ്ഞിട്ടില്ല. ഓരോ ദിവസവും പുതിയ പേരുകൾ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ സിനിമയിലെ പ്രധാനപ്പെട്ട നടനായ നിവിൻ പോളിക്കെതിരെയും ഒരു കേസ് വന്നിരിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള വിവരം വരുന്നത്. നേരത്തെ നമുക്കറിയാം ജയസൂര്യ, മുകേഷ്, സിദ്ദിഖ്, ഏറ്റവും ഒടുവിൽ ബാബുരാജ് അടക്കമുള്ള നടന്മാർ ഇപ്പോൾ നിയമ നടപടി നേരിടുകയാണ്, കോടതി കയറുകയാണ്. പല ആളുകളുടെയും വാദം നടക്കുന്നു, മുൻകൂർ ജാമ്യത്തിനായി ശ്രമം നടക്കുന്നു. അതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്, നിയമ നടപടി വരുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു. അത് അമ്മ സംഘടനയിലെ പൊട്ടിത്തെറിയോ അവിടെയുള്ള രാജിയിലോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അഭ്യർത്ഥനയിലോ ഒന്നും തന്നെ തീർന്നിട്ടില്ല. സധൈര്യം ഇത്തരം പരാതികൾ, അനുഭവങ്ങൾ ധൈര്യസമേതം പരാതിയായി ഉന്നയിക്കാൻ ഈ പീഡനം നേരിട്ട ആളുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്, തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം VK പ്രകാശിനെതിരെ ഒരു യുവ കഥാകൃത്ത് മൊഴി നൽകിയിരുന്നു. അതിലൊക്കെ തെളിവെടുപ്പ് കൊല്ലത്തടക്കം നടത്തി. അപ്പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സത്യാവസ്ഥയുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ അന്വേഷണം IPS ഉദ്യോഗസ്ഥരുടെ, മുതിർന്ന IPS ഉദ്യോഗസ്ഥർ, വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള ടീം ഒരു വശത്ത് അന്വേഷണം വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നിവിൻ പോളിയെ പോലെയുള്ള ഇപ്പോഴത്തെ യുവ സിനിമക്കാരിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നടനെതിരെയും ഇത്തരം പരാതികൾ വരുന്നത്, അതിൽ കേസെടുക്കുന്നത്. സ്വാഭാവികമായും ഒരുപക്ഷെ ഇനിയും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജയസൂര്യ കഴിഞ്ഞ ദിവസം ഒന്നിലധികം പരാതികൾ ഇപ്പോൾ ജയസൂര്യക്കെതിരെയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇത് വ്യാജ പരാതിയാണ്, താൻ സത്യം തെളിയിക്കും എന്നൊക്കെ ഈ പറയുന്ന നടന്മാരൊക്കെ പറയുന്നുണ്ട്. അവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആരെ പരാതികൾ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ പരാതികൾ വരുന്നു. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ പരാതി പ്രളയം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. അത് കൂടുതൽ പേരിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിവിൻ പോളി കൂടി പ്രതിസ്ഥാനത്ത് വന്നതോടുകൂടി, അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ കൂടി ആരോപണം വന്നതോടുകൂടി ഇതുകൊണ്ടൊന്നും നിൽക്കില്ല. മലയാള സിനിമയ്ക്കകത്ത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ഇത് വഴിവെക്കും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. തുടരുക. നിവിൻ പോളിക്കെതിരെയാണ് ഇപ്പോൾ പീഡന കേസ് എടുത്തിരിക്കുന്നത്. എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്.